ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് വേനൽക്കാല ചർമ്മ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വീഡിയോ ഇടാവോ എന്ന്. അപ്പോൾ ആ ഒരു സീരീസിലുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ ചുണ്ടുകളുടെ ചർമ്മം മുഖത്തെ ചർമ്മത്തെക്കാളും കട്ടി കുറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറ്റം മൂലമൊക്കെ ചുണ്ടുകൾ വരണ്ട് പൊട്ടാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ലിപ് കെയർ ടിപ്സും അതുപോലെ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ലിപ് ബാമും ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഈ ചാനലിലെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ഹിമാലയയുടെ ലിപ് ബാമാണ്. ഈ ഒരു ലിപ് ബാം പ്രധാനമായിട്ടും നമ്മുടെ ചുണ്ടുകളിലെ ജലാംശം നിലനിർത്താനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ചുണ്ടുകൾ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിരിക്കും. മഞ്ഞുകാലത്തൊക്കെ ചുണ്ടുകൾ വരണ്ട് പൊട്ടുന്ന അവസ്ഥയൊക്കെ പരിഹരിക്കാനായിട്ട് നല്ല രീതിയിൽ ഇത് സഹായിക്കും. ഈ ഒരു ബാമിൽ ലിച്ചി ഫ്രൂട്ടിൻ്റെ എസൻസും അതുപോലെ തന്നെ അതിലുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ ഇയും ഒക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചുണ്ടുകളെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ കാസ്റ്റർ ഓയിലാണ്. ഇത് നമ്മുടെ ചുണ്ടുകളെ വരൾച്ചയിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് സഹായിക്കും. ലിപ്സ് ഒരിക്കലും നാക്കുകൊണ്ട് നനയ്ക്കുന്നതും അതുപോലെ കടിക്കുന്നതും ഒന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ചെറിയ കുട്ടികൾ ആയിരിക്കുന്ന സമയത്ത് മുതൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതൊരു കാര്യം കൂടിയാണ്. ഈ ഒരു ലിപ് ബാമിൽ 100% നാച്ചുറൽ ആയിട്ടുള്ള കളർ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊരു ലിപ്സ്റ്റിക്കിൻ്റെ എഫക്റ്റ് ഒന്നുമില്ല. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ലിപ്സിൽ ഈ ഒരു ബാം ഇടാവുന്നതാണ്. ഇത് എത്ര തവണ ഉപയോഗിക്കണമെന്നുള്ളത് ഓരോരുത്തരുടെ ലിപ്സിൻ്റെ ഡ്രൈനെസ്സൊക്കെ അനുസരിച്ച് അവർക്ക് തന്നെ തീരുമാനിക്കാം. എന്തായാലും ഇത് പലതവണ ഉപയോഗിക്കുന്നതാണ് കൂടുതലും നല്ലത്. ഇതിൻ്റെ വില വരുന്നത് 140 രൂപയാണ്. ഹിമാലയയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റിയൊക്കെയാണ്. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം, അത് നോക്കിയാൽ മതി. പിന്നെ ഇതിൽ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി, മിനറൽ ഓയിൽസോ സിലിക്കോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള ലിപ് ബാമുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ് കറുത്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതുതരം പ്രോഡക്റ്റ് ആണെങ്കിലും അത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വില കുറഞ്ഞ ഒരു സാധനം നമ്മൾ വാങ്ങിക്കുകയേ ചെയ്യാൻ പാടില്ല. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി കേട്ടോ. ഞാൻ ആ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നില്ല. എന്തായാലും ഞാനത് ഉപയോഗിച്ച് നോക്കാനായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര കെമിക്കലിൻ്റെ സ്മെല്ലാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ വില കുറഞ്ഞത് കണ്ടിട്ട് അതിൽ അട്രാക്റ്റായിട്ട് ഒരിക്കലും വാങ്ങിക്കരുതൊന്നും. നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ പല റിവ്യൂസൊക്കെ കണ്ടിട്ട് നമുക്ക് വാങ്ങിക്കാം. അല്ലാതെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അങ്ങനെ ഒരു പരിചയമില്ലാത്തൊരു സംഭവം വാങ്ങിക്കാതിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി. എനിക്ക് ഏതായാലും അങ്ങനെ ഒരു അബദ്ധം പറ്റി കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇതൊരു കോസ്റ്റ് കുറഞ്ഞൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നല്ലതാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമല്ലോ, അപ്പോൾ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. ഇതിൽ സാഫ്രോണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നല്ല ഇതായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഫ്ലോപ്പായി പോയി. നമുക്കിനി വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ലിപ് കെയർ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നമ്മൾ ബീട്രൂട്ട് തൊലിയൊക്കെ ചെത്തി മുറിച്ചെടുക്കുക. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. ബീട്രൂട്ട് മാത്രമായിട്ട് അരക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ റോസ് വാട്ടർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റോസ് വാട്ടർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ അരച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അരിച്ചെടുത്തിട്ട് കാണിക്കാം. ഇത് നമുക്ക് ചെറിയ ഒരു അകലം കുറഞ്ഞ അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചത് ഇത്തിരി വലുതാണ്, അതുകൊണ്ട് കുറച്ചൊരു നാരും കാര്യങ്ങളും കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ജ്യൂസ് നമുക്ക് അടപ്പത്ത് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ചെറിയൊരു പാത്രത്തിൽ അടപ്പത്ത് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. വറ്റി വരുന്ന സമയത്ത് നമുക്ക് അലോവേര ജെല്ലോ അല്ലെങ്കിൽ വാസലിനോ ഒരു സ്പൂൺ ചേർത്ത് ഇളക്കി ഒരു ക്രീം പരുവത്തിൽ എടുക്കുക. അപ്പോൾ നമുക്കൊരു ക്രീം കൺസിസ്റ്റൻസി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ വറ്റി വരുന്ന സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് വേണം ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ചുണ്ടുകളിൽ പല തവണ ഉപയോഗിക്കാവുന്നതാണ്. വാസലിനേക്കാളും നല്ലത് അലോവേര ജെല്ല് ഉപയോഗിക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ ചുണ്ടുകളെ വരൾച്ചയിൽ നിന്ന് നല്ല രീതിയിൽ സംരക്ഷണം നൽകാനായിട്ട് സഹായിക്കും. ചുണ്ടുകളിൽ കാണുന്ന കറുപ്പ് നിറവും പിഗ്മെൻറ്റേഷനും ഒക്കെ അകറ്റാനായിട്ടും നല്ലതാണ്. ഇത് നമുക്ക് ദിവസത്തിൽ പല പ്രാവശ്യം ഉപയോഗിക്കാം. ഇതൊരു നാച്ചുറലി നമ്മുടെ ലിപ്സിനൊക്കെ ഒരു പിങ്ക് ഷെയ്ഡ് തരാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.